ആഹാ, നൈനാൻ സാറോ? സാറെന്താ ഇരിക്കാത്തേ? ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? പള്ളിയില് വല്ല കുറവുണ്ടോ? കുറവല്ല, കുറച്ചില്ല. എനിക്കും കളപ്പുരയ്ക്ക തറവാട്ടിനും കുറച്ചിലുണ്ടാകുന്ന ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറയാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നതാ നൈനാൻ സാർ, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്രയും കാലം നാട്ടുകാർക്ക് മനസ്സിലായില്ല പുലിക്കാട്ടിൽ കത്രീന ഒരു കള്ളിയാണെന്ന്. ഏയ്, എന്നാ കാര്യമാണെന്ന് തുറന്നു പറയുന്ന നൈനാൻ സാറേ. എന്റെ മകന് പുലിക്കാട്ടിൽ തറവാട്ടുമായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഉറപ്പിച്ചത്. അത് അങ്ങനല്ലെന്ന് മനസ്സിലായി സത്യം പുറത്തു വന്നപ്പോൾ. അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന മനസമ്മതം നടക്കുകയില്ല. എന്റെ മകന് റോസ് എന്ന പെണ്ണിനെ വേണ്ട. എസ്റ്റേറ്റിലെ കണ്ട തെണ്ടികൾക്ക് പിറന്നതല്ലേ റോസ് കാതറിൻ. അവസാന നിമിഷത്ത് കേറി വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കളപ്പുരയ്ക്കൽ തറവാട്ടിന്റെ അന്തസ്സിന് ചേർന്നതാണോ നൈനാൻ സാറേ? അന്തസ്സുള്ളത് കൊണ്ടാ ഇവിടെ വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അല്ലെങ്കിൽ നൈനാങ്കോശിക്ക് ഒരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉള്ളൂ. പുലിക്കാട്ടിൽ കത്രീന വിശ്വാസവഞ്ചന നടത്തുമെന്ന് ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴെനിക്കത് നേരിട്ട് ബോധ്യമായി. എന്നെ വിശ്വാസവഞ്ചനയെ ഞാൻ നിങ്ങളോട് കാട്ടിയേ? മറ്റാരേക്കാൾ കൂടുതലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്നാത്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്നാ കരുതി ഭൂതത്തെ കുടത്തിലടച്ച് കടലോട്ടെറിഞ്ഞ പിന്നെ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നോ? എങ്കിൽ വന്നു. നിങ്ങൾ ഒളിച്ചു വെച്ച രഹസ്യം കുടം പൊട്ടിച്ച് പുറത്തു വന്നു. വല്ലവന്റെ പ്രേരണ കൊണ്ട് എന്നെ അവമാനിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അയക്കോ, ഞാൻ സഹിച്ചോളാം. പക്ഷേ അതിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ മനസ്സ് പൊള്ളിച്ചാൽ ഞാൻ പിന്നെ മുന്നും പിന്നെ നോക്കില്ല, തീർത്തു കളയും ഞാൻ. നിങ്ങളുടെ കുഞ്ഞോ? പുലിക്കാട്ടിൽ കത്രീന എന്നാണ് പ്രസവിച്ചത്? മൂന്നാറിലെ എസ്റ്റേറ്റിലുണ്ട ഏതോ കണ്ട തെണ്ടികൾക്ക് പറയുന്നതല്ലേ റോസ് കാതറിൻ. സാറേ, ഇങ്ങനെ ഇല്ലാവചനം പറയരുത്. എൻ്റെ അമ്മച്ചി ആ മൂന്നാറിൽ വെച്ച് കത്രീന അമ്മയുടെ പേരെടുത്തത്. ചാവണവരെ എൻ്റെ അമ്മച്ചി അത് പറയുമായിരുന്നു. ഇടിയും മിന്നലും കോരിച്ചൊരിയുന്ന മഴയൊക്കെ ഉള്ള ആ രാത്രിയെപ്പറ്റി. എന്നിട്ടും സാറിന് ഇങ്ങനെ കള്ളത്തരം വിളിച്ചു പറയാൻ തോന്നിയല്ലോ. വേണ്ടടോ അച്ഛൻ നായരെ, പുതിയ കഥകളൊന്നും താൻ കെട്ടിച്ചമയ്ക്കണ്ട. 10-18 കൊല്ലമായി ഇവിടുത്തെ കാര്യസ്ഥപ്പണി ചെയ്യുന്ന താനും ഈ നാട്ടുകാരും ഒക്കെ വിശ്വസിച്ചതേ താൻ ഇപ്പം പറഞ്ഞ കള്ളക്കഥ തന്നെയാ. പക്ഷെ സത്യം വേറൊന്നാ. പറഞ്ഞു കൊടുക്കരുതോ ഇനിയെങ്കിലും? എന്നതായാലും തന്തേം തള്ള ആരെന്നറിയാത്ത ഒരു പെണ്ണിനെ എന്റെ മോന് വേണ്ട. നിർത്തണം. പഠിപ്പും വിവരവുമുള്ള നിങ്ങള് എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ഇത് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? എന്റെ ചങ്കിലാ താൻ കുത്തിയത്. ഒരു കാര്യം ചെവി തുറന്നു പിടിച്ച് താൻ കേട്ടോ. ആരുടെ വയറ്റിൽ പിറന്നതാണെങ്കിലും ഏത് അച്ഛനും ജനിച്ചതാണെങ്കിലും എന്റെ കുഞ്ഞാണ് റോസ്. എന്റെ സകല സമ്പാദ്യത്തിന്റെ അവകാശം അവൾ തന്നെയാണ്. എന്റെ ചങ്ക പറിച്ചെടുത്ത് നോക്കണോ നൈനാനെ? അതിന്റെ അകത്ത് 2 രൂപമേ ഉള്ളൂ. ഒന്ന് കർത്താവിന്റെയും മറ്റേത് എന്റെ മോളുടെയും. എന്റെ നെഞ്ചിടിക്കുന്ന പോലും എന്റെ റോസിന് വേണ്ടിയാ. അതെ, അനാഥാലയം തുടങ്ങുമ്പോ ഞാൻ അറിയിക്കാം. അന്ന് മതി നിങ്ങളുടെ പുന്നാര മോളെ. വാടാ. അവളിപ്പോ തനിച്ചു വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ കത്രീനാമ്മച്ചി വരട്ടെ, ഇപ്പൊ നമുക്ക് പോവാം. വാ. മോളു, ഇത് മുടങ്ങിയതല്ല, മുടക്കിയതാ. തോമസ് ചാക്കോ,
എന്നോടുള്ള പക തീർക്കാൻ നിന്നെ ബലിയാടാക്കിയ അയാൾ. അതിനുള്ള പരിഹാസ സമ്മാന നിനക്ക് അയാൾ ഹോസ്റ്റൽ കൊണ്ട് തന്നേ. കത്രീനയുടെ നെഞ്ചിലിടിപ്പുണ്ടെങ്കിൽ അയാളുടെ മോൾ നിമ്മി ഈ ജന്മത്തിൽ മിന്നുകെട്ടില്ല. വേണ്ട, അമ്മച്ചി അയാളെ പോലെ തരംതാണ് പോവരുത്. കുഞ്ഞുനാളിലെ കളിക്കൂട്ടുകാര ഞാനും നിമ്മി ഏച്ചി. അമ്മച്ചി അവരെ വേദനിപ്പിച്ച അതിന്റെ പാപം എന്റെ തലയിലോട്ടെ ദൈവം ഇട്ടു തരും. അമ്മച്ചി പിന്നെ എന്നാ ചെയ്യും? നീ തന്നെ പറ. എനിക്കറിയത്തില്ല അമ്മച്ചി. എപ്പോഴും അമ്മച്ചി ഇങ്ങനെ ഒന്നുകിൽ വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ്, അതിനിടയിൽ വേറെ നിറങ്ങളില്ലേ അമ്മച്ചി? നീ എന്നാ മോളെ പറഞ്ഞു വരുന്നേ? അമ്മച്ചിയുടെ സ്വഭാവം കാരണമാണോ ഈ മനസ്സമ്മതം മുടങ്ങിയത്? ആയിരിക്കത്തില്ല, അതിന്റെ തലവരെയായിരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ അമ്മച്ചി ഇങ്ങനെ മാലാഖയെ പോലെ എല്ലാവരെയും സഹായിക്കും, എല്ലാരെയും ആശ്വസിപ്പിക്കും. പിന്നെയോ ചെകുത്താനെ പോലെ നാശം വിതയ്ക്കും, മരണം വിതയ്ക്കും. വെളുപ്പം കറുപ്പും മാത്രം. അതേ അമ്മച്ചി എന്നെ കാണിച്ചിട്ടുള്ളൂ ഇതുവരെ. എനിക്ക് മറ്റു നിറങ്ങളും കാണണം. മഞ്ഞ, നീല, ചുവപ്പ് ഒക്കെ കാണണം. ഭർത്താവിന്റെ സ്നേഹം, ബന്ധുക്കളുടെ അസൂയ, അമ്മായിയമ്മയുടെ പോര്, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോടുള്ള വാത്സല്യം, അങ്ങനെ എന്തൊക്കെ നിറങ്ങൾ. ഇനി അതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. അല്ലേ അമ്മച്ചി? എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയെ സങ്കടപ്പെടുത്തുന്നേ? ഒരു മനസ്സമ്മതം മുടങ്ങിന്ന് വെച്ച് എന്റെ കുഞ്ഞിന്റെ ജീവിതം അതോടെ നശിച്ചെന്ന് കരുതിയോ? നിനക്ക് വേണ്ടി രാജകുമാരനെ പോലൊരു ചെറുക്കനെ ഈ അമ്മ കൊണ്ടുവരും. അതിന് ഞാൻ അമ്മയുടെ മോളല്ലല്ലോ. മോളോ, നീ അമ്മയോട് അങ്ങനെ പറയരുത്. എന്തിനാ അമ്മ എന്റെ അടുത്തൊന്ന് ഇത് ഒളിച്ചു വെച്ച്? ഇത്രയും കാലം ഗോപുരമുകളിൽ എന്നെ നിർത്തിയത് ഇങ്ങനെ താഴോട്ടെറിയാനായിരുന്നു. അമ്മയുടെ റോസി മരിച്ചു. ഇല്ല, അമ്മയുടെ റോസി മരിച്ചു. നീ എന്റെ കുഞ്ഞു തന്നെയാ. അത് തിരുത്തി പറയാൻ കർത്താവിനെ പോലെ ഞാൻ സമ്മതിക്കില്ല. നീ എന്റേതാണ് മോളെ, എന്റെ മോളാണ്, എന്റെ മോളെ. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാ ചെയ്യും? ദൈവം തമ്പുരാനാണ്, ഞാൻ ഒന്നും അറിഞ്ഞതല്ല. പഴയ കാര്യങ്ങളൊക്കെ കുറെ അച്ഛനും കേട്ടതല്ലയോ? അപ്പൊ പിന്നെ റോസ് എനിക്ക് എന്റെ മോള് നിമ്മിയെപ്പോലെ അല്ലാതെ വരുമോ? താൻ ഇങ്ങനെ എന്റെ ചെവിയിലോട്ട് സുവിശേഷം ഓതിയിട്ട് എന്നാ കാര്യമാ? കത്രീനാമ്മ ഇതൊക്കെ പറഞ്ഞത് ഫോണിൽ കൂടെ ആണെങ്കിലും ആ കണ്ണി കനലെരിയുന്നത് കാണുമായിരുന്നു ഞാൻ. ഇടവകയിലെ 1-ാം നമ്പർ മാന്യന്റെ വേഷവും കെട്ടി എന്നാത്തിനാണോ താൻ മനസ്സമ്മതം മുടക്കാതെ നടക്കുന്നേ? അച്ഛൻ എന്താ എന്റെ പക്ഷത്തു നിന്ന് ആലോചിക്കത്തെ? ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഒരു പെങ്കൊച്ചിന്റെ ഭാവി തകർത്തേച്ച് നിൽക്കണ തന്റെ പക്ഷത്ത് നിന്ന് ഞാൻ ചിന്തിക്കണം, ഇല്ലയോ? വയസ്സ് കുറെ ആയല്ലോ എന്റെ തോമാച്ച. കത്രീനോട് പകയും വെറുപ്പും ഉണ്ടെങ്കിൽ താൻ ചെന്ന് 10 ബോട്ട് കത്തിക്ക്, അല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് റിസോർട്ടിലോട്ട് 4 ബോംബെറിയേ. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ആ പെങ്കൊച്ചിനോടല്ല തന്റെ കലിപ്പ് തീർക്കേണ്ടത്. അച്ഛനിപ്പോ ഒരുമാതിരി ചന്ത വർത്തമാനാ പറയുന്നത്. ആന്നല്ലോ, ഞാൻ അങ്ങനെ ആന്നല്ലോ. ഗബ്രിയേലച്ചനെന്ന് ചിലര് വിളിക്കുമ്പോ മറ്റു ചിലര് ചന്തേലച്ചനെന്നാ വിളിക്കുന്നേ. ഈ ഇടവകയിൽ നിന്ന് വെറുക്കണമെങ്കിൽ ഇച്ചിരിയൊക്കെ ചന്തയായാലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ? തന്നെ പോലുള്ളവരല്ലയോ ചുറ്റും. അച്ഛൻ ഞാൻ പറയുന്നത് വിശ്വസിക്കേ. മനസ്സമ്മതം മുടങ്ങിയ കാര്യം തന്നെ ഇപ്പൊ അച്ഛൻ പറഞ്ഞാ ഞാൻ അറിയണത്. കത്രീനയ്ക്ക് എന്നോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉള്ളത് നേരെ. പക്ഷെ എല്ലാരും കരുതുന്ന പോലെ കത്രീനോട് എനിക്ക് ഒരു വിരോധമില്ല അച്ചോ. ഞാൻ ഒരു തെറ്റ് ആരോടും ചെയ്തിട്ടുമില്ല. അപ്പോ തന്നെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ അരമനയിലോട്ട് എഴുതാം. താൻ നാളെയോ മറ്റന്നാളോ വന്ന് കുമ്പസരിക്ക്. അപ്പൊ പുറത്തു വരും ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ. തോമാച്ച, മനസ്സമ്മതം മുടക്കിയത് താനാണെന്ന് കത്രീനാമ്മ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഒന്നും അറിയാതെ അവരങ്ങനെ പറയുകയില്ല. നല്ലോണം അറിയാമല്ലോ തോമാച്ചൻ അവരെ. കൊലയാളി സ്രാവാ. ചോരയുടെ മണം പിടിച്ചാ പിന്നെ കൊണ്ടേ പോവും. അപ്പൊ ഞാൻ പറയണമെന്ന് വിശ്വസിക്കാൻ അച്ഛൻ തയ്യാറല്ല. ചേട്ടാ, അതല്ലോ ഇത്ര നേരം പറഞ്ഞ്. റോസ് കത്രീനാമ്മയുടെ മോളല്ലാന്ന് തനിക്കല്ലാതെ വേറെ ആർക്കറിയാൻ തോമാച്ച?
അപ്പൊ മണ്ണിനടിയിലായിരുന്ന ആ രഹസ്യം കിളച്ചെടുത്ത് നൈനാങ്കോശിയുടെ മുന്നിൽ ഇട്ടു കൊടുത്തത് താനല്ലാതെ വേറെ ആരാടാ ഊയി? അല്ല, അളിയനാന്നോ ഇത്രയും വലിയ ചതി കത്രീനോട് ചെയ്ത്? കഷ്ടായിപ്പോയി. എങ്കിൽ ഞാൻ അതിന് പരിഹാരം കാണും. കേട്ടോച്ചോ, ഞാൻ ഓടിപ്പിടിച്ച് വന്നത് അച്ഛനെ കാണാനാ. എത്രയായാലും ഒരു പെങ്കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലയോ? ഈ മനസ്സമ്മതം മുടങ്ങാൻ പാടില്ലച്ചോ. നിശ്ചയിച്ച ദിവസമായി ഇന്ന് തന്നെ അത് നടക്കണം. പിന്നെ എന്റെ മോൻ ടോമി റോസിന് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അച്ചോ. താനെന്നെ രാവിലെ തന്നെ എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ ഇറങ്ങിയിരിക്കുവാന്നോ കറിയാച്ചാ? അയ്യോ അല്ലച്ചാ, താണ്ടേ ആ നിക്കണ കുരിശാണ് നേരെ. ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമാ. അച്ഛൻ തന്നെ അത് കത്രീനോടൊന്ന് പറയണം. അതും ഇപ്പൊ തന്നെ. അച്ഛൻ വണ്ടിയിലോട്ട് കയറിയാട്ടെ, ഞാനും വരാൻ പുലിക്കാട്ടിലേക്ക്. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ തന്നെ ഇത് കത്രീനോട് പറയണം. തന്നെ വെട്ടു നുറുക്കി ഒരു കറിയാ സൂപ്പ് ഉണ്ടാക്കി കൊടുത്ത ഒറ്റയിരിപ്പിന് കുടിക്കാൻ തയ്യാറായിട്ടിരിക്കുവാ കത്രീന. അപ്പോഴാ തന്റെ വക ഒരു കല്യാണാലോചന. അതിനല്ലയോ ഞാൻ അച്ഛന് കൂട്ടുപിടിക്കുന്നത്. ഇനി ഉള്ള കാര്യം അങ്ങ് പറയാലോ. എന്റെ മുൻ ടോമിന് റോസിനോട് ഒരു ഏത് അതെ അത് തന്നെ. എങ്കിൽ പിന്നെ വർഷങ്ങളായി തുടരുന്ന ശത്രുത അങ്ങ് തീരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നും ശത്രുതയും കൊണ്ട് നടന്ന എന്നാ ലാഭമാണോ? നേരെ മറിച്ച് ഞാനും കത്രീനെ ഒന്നിച്ച് നിന്നാൽ ഒത്തിരി നല്ലതല്ലയോ അല്ലേ? ശരി, നിങ്ങൾ തമ്മിൽ കുടുംബക്കാരായ ഏറ്റവും കൂടുതൽ മനസമാധാനം എനിക്ക് തന്നെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് മധ്യസ്ഥം പറഞ്ഞ എന്റെ പേര് ചന്തയിലച്ചനെന്നായി പോയത്. ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം. വാ വന്നാട്ടെ കേറിയ. നാട്ടിലെ സകല പാവങ്ങളെയും വിളിച്ചു വരുത്തി വയറ് നിറച്ച് കൊടുക്കാൻ പാകത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക സകലതും. ഇനി ഇതൊക്കെ എന്ത് ചെയ്യും എന്റെ കത്രീനാമ്മേ? ആഹാര സാധനങ്ങൾ കളയാൻ ഒക്കുവോ? ഒരു ലോറി കയറ്റി പള്ളിയിലോട്ട് കൊടുത്തയച്ചാൽ ഗബ്രിയേലച്ചനത് വല്ല പാവങ്ങൾക്കും കൊടുത്തോളും. ഇറച്ചിയും ബിരിയാണിയും കൊണ്ടുപോകാൻ തന്നെ ഒരു ലോറി മതിയാകത്തില്ല. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ കത്രീനാമ്മേ? എല്ലാം ഒരു ബോട്ടിൽ കയറ്റി പുറംകടലോട്ട് കൊണ്ടുപോയി തള്ളു. എന്നും കടലിൽ നിന്ന് എടുക്കല്ലേ നമ്മള്. ഒരു ദിവസം കടലമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കണ്ടായോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ ഇപ്പോഴും സ്തുതി തന്നെ. അല്ല, മുഖം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. ഫോൺ ഈ പറഞ്ഞത് നേരല്ലയോ? മുഖത്ത് വിഷമം കൊണ്ട് നടന്നിട്ട് എന്നാ അച്ഛാ കാര്യം? എൻ്റെ കുഞ്ഞിനെ കൂടുതൽ സങ്കടപ്പെടുത്താനോ? ഇതിനും വലിയ എന്തൊക്കെ സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടച്ചോ. എൻ്റെ സ്വന്തം കല്യാണം ഞാൻ തന്നെ മുടക്കിയില്ല ഒരിക്കൽ. അന്നും ഉണ്ടായിരുന്നു വല്ലാത്ത സങ്കടം. പക്ഷേങ്കിൽ ഞാൻ കരഞ്ഞില്ല. ഇന്നും അങ്ങനെ തന്നെ അച്ചോ. എനിക്ക് കരയാൻ പറ്റില്ല. പകരം എൻ്റെ മോള് കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. എന്നോടുള്ള പക തീർക്കാൻ എൻ്റെ കുഞ്ഞിനെ തോമസ് ചാക്കോ കരയിച്ചത്. ആ കണ്ണീരിന് കത്രീന ഒരു വില ഇട്ടിട്ടുണ്ടച്ചോ. ആ വില പലിശ സഹിതം അയാളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈടാക്കും. ഇതൊരുമാതിരി പൊരകത്തുമ്പോ വാഴ വെട്ടണ ഏർപ്പാടാണല്ലോ. ദേ, പകയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ച് മനസ്സമ്മതം മുടക്കാതെ നോക്കുക ഇപ്പൊ വേണ്ടത്. ആ കൊച്ചിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ കത്രീന അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ ഒരാൾ വന്ന് പുറത്തു നിൽക്കുക. ഇങ്ങ് വിളിക്കട്ടോ. ആരാ? ദാണ്ടേ, ചാടിക്കേറി ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞ എന്റെ ചന്ത സ്വഭാവം ഞാനിങ്ങ് പുറത്തെടുക്കും. അകത്തോട്ട് കയറി വാ. ഇതെന്നാ കോഴി പോരിന് നിൽക്കുവാന്നു? ഈ ബലം പിടുത്തം ഒന്ന് കളയ എന്റെ കത്രീരാമേ. വീട്ടിൽ ഒരാൾ വന്ന കാര്യം എന്നാണെന്ന് ചോദിക്കണ്ടായോ?
അല്ലേ വേണ്ട, ഞാൻ തന്നെ അങ്ങ് ചോദിക്കാം. കാര്യം എന്നതാണ് കറിയാച്ച? അത് പിന്നെ എന്റെ മോൻ ടോമിക്ക് ഇവിടുത്തെ കൊച്ചു റോസിനെ കിട്ടിയാ കൊള്ളാമെന്നൊരു ആശ. എന്നോടാന്നോ പറയുന്നേ? അങ്ങോട്ട് പറയടോ. വേണ്ട, ഇവിടെ ആര് വന്നാലും ചായ കഴിച്ചിട്ട് പോവാറുണ്ട്. അതും കഴിച്ചിട്ട് വന്ന വഴിക്ക് പോവാം. കത്രീനമ്മേ, നിങ്ങൾ നന്നാവത്തില്ല പെണ്ണും പിള്ളേ. ജീവിതകാലം മുഴുവൻ പോരടിച്ചിട്ട് ഇപ്പൊ സ്വന്തം മോളോടും തുടങ്ങിയോ പോരെ? അച്ഛൻ എന്നാ ഈ പറഞ്ഞു വരുന്നേ? ഈ കേറി വന്നേക്കുന്നത് മനസമാധാനമാ, അല്ലാതെ കറിയാച്ചനല്ല. അത് പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച സ്വന്തം കുഞ്ഞിന്റെ ഭാവി ചവിട്ടി തെറിപ്പിക്കണേന് തുല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലയോ നിങ്ങൾക്ക്? കറിയാച്ചന്റെ മോനെ എന്നാ ഒരു കുറവ്? ദൈവകൃപ കൊണ്ട് ഈ ചന്തയുടെ ബുളുന്ത സ്വഭാവമൊന്നും ആ കൊച്ചിന് കിട്ടിയിട്ടില്ല. റോസിനെ ടോമി പൊന്നുപോലെ നോക്കിക്കൊള്ളും. വേണമെങ്കിൽ അവനെ ഇവിടെ തന്നെ അങ്ങ് താമസിപ്പിച്ചോ. എന്നാ അച്ഛോ, അത് ഇപ്പൊ മറുപടി പറയണ്ട. റോസിനോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞാ മതി. മനസ്സമ്മതം വൈകിട്ട് 4 മണിക്കാക്കാം. കൊച്ചിന്റെ ഭാവിയാന്നോ വലുത്, അതോ വേണ്ടാത്ത വാശിയും വൈരാഗ്യമാണെന്നോ എന്ന് ശാന്തമായിട്ടൊന്ന് ആലോചിക്കും. ആടോ അറിയാച്ചാ, ഞാൻ ഇറങ്ങുവാ. നമ്മുടെ മക്കള് കാരണം ഈ ശത്രുത ഇല്ലാണ്ടായ അത് നല്ലതല്ലയോ? നിങ്ങൾ പോയിക്കോ. ഓ, മോളോ, എന്റെ മോൾക്ക് വല്ലാത്ത സങ്കടയല്ലേ? ചില കാര്യങ്ങള് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ലല്ലോ മോളോ. മനസമാധാനം വെട്ടിപ്പിടിക്കാൻ ഒക്കുകയില്ലെന്ന് അമ്മയ്ക്ക് പണ്ടേ അറിയാം. എന്നാലും ഞാനൊരു കൈ നോക്കുക നിനക്ക് വേണ്ടി. അമ്മ എന്നാ ഉദ്ദേശിക്കുന്നേ? ഗബ്രിയേൽ അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു. അച്ഛൻ പറയണത് മനസമ്മതം മുടക്കരുതെന്നാ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കുട്ടിയാ അച്ഛൻ വന്നത്. ആനപ്പൊയിൽ കറിയാച്ചനെയും കൊണ്ട്. അങ്ങേര് പറയുന്നത് അങ്ങേന്റെ മോൻ ടോമിക്ക് നിന്നെ കെട്ടാൻ ഇഷ്ടമാണെന്നാ. എനിക്കതിൽ അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. ടോമി നല്ലവനെന്നാ ഗബ്രിയേൽ അച്ഛൻ പറയുന്നേ. സമ്മതമാണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് മനസമ്മതം നടത്താമെന്നും പറഞ്ഞ് അവർ പോയി. ടോമി നിന്റെ കോളേജിലുണ്ടായിരുന്നല്ലോ. കാണാനൊക്കെ റെജിയെക്കൂട്ട് നല്ലതാ, ഞാനും കണ്ടിട്ടുണ്ട്. എന്താ ഞാൻ അവരോട് പറയണ്ടേ? എനിക്ക് പറ്റത്തില്ലമ്മേ, അത് ശരിയാവുകയല്ല. എന്താ, അമ്മയുടെ ശത്രുവിന്റെ മോനായതുകൊണ്ടാണോ? അതല്ല, റജിയെ അമ്മ കാട്ടിത്തന്നതല്ലേ എനിക്ക്. കഴിഞ്ഞ 3 മാസമായിട്ട് എന്നും ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അത്രയ്ക്ക് തമ്മിൽ അടുത്തുപോയമ്മേ. 3-4 വട്ടം റജി എന്നെ കാണാൻ ഹോസ്റ്റലിൽ വന്നായിരുന്നു. ഞങ്ങൾ എൻഗേജ്ഡ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് മേറ്റൻ 2 തവണ ഒന്നിച്ച് പുറത്തു പോകാൻ ഞങ്ങൾക്ക് സമ്മതവും തന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലമ്മേ. പക്ഷെ ഇനി റജി അല്ലാതെ വേറെ ആരെയും മനസ്സിലായിട്ട് എനിക്ക് പറ്റത്തില്ല. അതിന് അമ്മ പറയരുത് എന്നോട്.